ഒരു ബിരിയാണി ചെമ്പങ്ങ് പൊട്ടിച്ചാലോ? നല്ല മൊഹബത്ത് നിറച്ചൊരു ബിരിയാണി ചെമ്പ്. വെന്ത ബിരിയാണി അരിയും മസാലക്കൂട്ടും ഇറച്ചിയും സുഗന്ധദ്രവ്യങ്ങളും കശുവണ്ടി പരിപ്പും കിസ്മിസും വറുത്തെടുത്ത സവാളയും നെയ്യും ഒക്കെ അടുക്കി നിരത്തി നിറച്ചടച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി ചെമ്പ്. ആ ചെമ്പ് തുറക്കുമ്പോൾ എന്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതങ്ങനെയാണ് ബിരിയാണി. അതൊരു ജിന്നാണ്. പല നാടുകളിൽ പല രുചിയിൽ പല കൂട്ടുകളിൽ പെരുമയോടെ വിരസുന്നവൻ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ, തീന്മേശകളെ കാലാതീതമായി കീഴടക്കിയവൻ. പല കാലങ്ങളിലായി എതിരാളികൾ പലരും എത്തിയെങ്കിലും ബിരിയാണിയുടെ തട്ട് അത് താണു തന്നെയായിരുന്നു. അതാണ് ബിരിയാണിയുടെ പവർ. അപ്പൊ പറയാൻ പോകുന്നത് ഒരു കഥയാണ്, ബിരിയാണി ഉണ്ടായ കഥ. ഒരിക്കൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ ഭാര്യ മുംതാസ് ബീഗം ഒരു സൈനിക ക്യാമ്പ് സന്ദർശിക്കാനിടയായി. അവിടെ സൈനികരെല്ലാം ക്ഷീണിതരായി ആരോഗ്യമില്ലാതെയും ഇരിക്കുന്നത് മുംതാസ് ബീഗം കണ്ടു. ഉടൻ തന്നെ എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ പാചകക്കാരോട് അവർ ആജ്ഞാപിച്ചു. അങ്ങനെ പാചകക്കാർ അരിയും മാംസവും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു വിഭവമാണ് പിൽക്കാലത്ത് ബിരിയാണിയായി മാറിയതെന്നാണ് ഒരു കഥ. ലോകത്ത് പലതരം ബിരിയാണികൾ ഉള്ളതുപോലെ ബിരിയാണിയുടെ ജനനത്തെക്കുറിച്ചും പലതരം കഥകളുണ്ട്. ഫ്രൈ ചെയ്തത് എന്നർത്ഥം വരുന്ന ബരിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന വാക്ക് ഉണ്ടായതെന്നാണ് ഒരു വാദം. അതുകൊണ്ട് ബിരിയാണി ഒരു പേർഷ്യക്കാരനാണെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ബിരിയാണി കൊണ്ടുവന്നത് മുഗളന്മാരാണെന്നും ലക്നൗ രാജവംശമാണെന്നും ഹൈദരാബാദിലെ നൈസാൻമാരാണെന്നും ഒക്കെ പലതരം വാദങ്ങളും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. എന്തായാലും കേരളത്തിൽ ബിരിയാണി എങ്ങനെ എത്തി എന്നതിൽ വലിയ തർക്കങ്ങളൊന്നുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വ്യാപാരത്തിനായി കേരളത്തിന്റെ വടക്കൻ തീരങ്ങളിൽ എത്തിയ അറബികൾ വഴിയാണ് ബിരിയാണി മലയാളക്കരയിലെത്തിയത്. അറബ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു അന്ന് മലബാർ. ഈ വ്യാപാരികൾ മലബാറിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ആരംഭിച്ചതോടെ മലബാറുകാരുടെ രുചിക്കൂട്ടിൽ ബിരിയാണിയുടെ മസാല കലർന്നു. അങ്ങനെയാണ് മലബാർ ബിരിയാണി ഉണ്ടായത്. മലബാറിന്റെ പാചക തലസ്ഥാനമാണല്ലോ തലശ്ശേരി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിരിയാണി കിട്ടുമെങ്കിലും തലശ്ശേരി ദം ബിരിയാണി എന്നും മലയാളികൾക്ക് സ്പെഷ്യലാണ്. അരിയിൽ തുടങ്ങി മസാലയിൽ വരെ വ്യത്യസ്തതയുണ്ട്. നെയ്ച്ചോറും മസാല ചേർത്തുള്ള ഇറച്ചിയും വെവ്വേറെ തയ്യാറാക്കിയ ശേഷം ഒരുമിച്ച് ദമ്മിലിട്ടാണ് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. തലശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോടും കണ്ണൂരും മാഹിയും ഒക്കെ അങ്ങനെ ബിരിയാണിയുടെ കേന്ദ്രങ്ങളായി. ഓരോയിടത്തും ബിരിയാണിക്ക് ഓരോ രുചിയാണ്. കാലങ്ങൾ പിന്നിട്ടതോടെ കേരളത്തിലെ ഒട്ടുമിക്ക ആഘോഷങ്ങളിലും പ്രത്യേകിച്ച് കല്യാണങ്ങളിൽ ബിരിയാണി താരമായി. ഹോട്ടൽ മെനുവിലെ തലയെടുപ്പുള്ള ഐറ്റമായി ബിരിയാണി നെഞ്ചു വിരിച്ചങ്ങ് നിന്നു. മലയാളിയുടെ നാട്ടുവർത്തമാനങ്ങളിൽ, പഴഞ്ചൊല്ലുകളിൽ, കഥകളിൽ, കവിതകളിൽ, സിനിമകളിൽ പിന്നിട്ട ജീവിതത്തെക്കുറിച്ചുള്ള ഗൃഹാതുരമായ ഓർമ്മകളിലെല്ലാം ബിരിയാണി വൈവിധ്യമാർന്ന ഒരു അനുഭൂതിയായി തന്മയത്വത്തോടെ തെളിഞ്ഞു നിന്നു. മലയാളിയുടെ ജീവിത സമൃദ്ധിയുടെ ചിഹ്നമായി ബിരിയാണി മാറി. വെജിറ്റബിൾ ബിരിയാണി എന്ന രൂപാന്തരണത്തിലൂടെ മാംസാഹാരികളല്ലാത്തവരെ പോലും ബിരിയാണി ചേർത്ത് പിടിച്ചു. ഗ്രാമനഗര ഭേദമന്യേ മലയാളി ജീവിതത്തിന്റെ സമഗ്രതയിൽ ബിരിയാണി ലയിച്ചു ചേർന്നു. പല നാട്ടുകാർക്ക് പലതാണ് ബിരിയാണി. ദേശത്തിന്റെയും കാലത്തിന്റെയും സംസ്കാരത്തിന്റെയും വൈവിധ്യങ്ങൾക്കുമൊപ്പം എന്നും സഞ്ചരിച്ച ബിരിയാണി പല നാടിനും പലതരം അനുഭവങ്ങളാണ്. ഓരോ ജനതയും അവരുടേതായ സംസ്കാരങ്ങൾക്കുമൊപ്പം അവരുടേതായ രുചികൾ ചേർത്ത് അവരുടേതായ ബിരിയാണികൾക്ക് രൂപം നൽകി. മലബാറുകാരുടെ ബിരിയാണി അല്ല തിരുവനന്തപുരത്തുകാരുടെ ബിരിയാണി. തമിഴ്നാട്ടിൽ ചെന്നാലോ റാവുത്തർ ബിരിയാണിയും ആമ്പൂർ ബിരിയാണിയും ദിട്ടികൾ തലപ്പാക്കെട്ടി ബിരിയാണിയും ഒക്കെ വെവ്വേറെ മുതലുകളാണ്. കർണാടകയിലെത്തിയാലോ മംഗലാപുരത്തുകാരുടെ ബിയരി ബിരിയാണി അല്ല തീരദേശവാസികൾ ഉണ്ടാക്കുന്ന ഭട്കരി ബിരിയാണി.
തെലുങ്കന്മാരുടെ ആന്ധ്ര ബിരിയാണി അല്ല അരുണാചലുകാരുടെ ബിരിയാണി. ആസാമുകാരുടെ കാബൂർ ബിരിയാണി, ബീഹാറുകാരുടെ ബസുമതി ബിരിയാണി, സുഗന്ധം വിതറുന്ന ഹൈദരാബാദി ബിരിയാണി, ഗോവൻ ഫിഷ് ബിരിയാണി, യുപിക്കാരുടെ അവാദി ബിരിയാണി, മുംബൈ ബിരിയാണി, കാശ്മീരുകാരുടെ തഹാരി ബിരിയാണി, കർണാടകക്കാരുടെ സ്വന്തം ഭട്കരി ബിരിയാണി, ബംഗാളുകാരുടെ കൊൽക്കത്ത ബിരിയാണി, സിത്ത് ബിരിയാണി, ചെട്ടിനാട് ബിരിയാണി, ഗുജറാത്തുകാരുടെ മൊമേനി ബിരിയാണി, അങ്ങനെ എത്രയെത്ര ബിരിയാണികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പിനംപുളി, പിനാർപുളി എന്നൊക്കെ അറിയപ്പെടുന്ന കുടംപുളിയുടെ ജനൂസിൽപ്പെട്ട പുളി ഉപയോഗിച്ചാണ് ഗോവയിലെ ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത്. ആട്ടിറച്ചി പ്രത്യേക രീതിയിൽ പാചകം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന മട്ടൻ ബിരിയാണിയാണ് യുപിയിലെ സ്പെഷ്യൽ. പേർഷ്യൻ മാതൃകയിൽ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിക്ക് ലക്നൗ ബിരിയാണി എന്നും അവാദി ബിരിയാണി എന്നൊക്കെ പേരുണ്ട്. മീറ്റാണ് ഈ ബിരിയാണികളിലെല്ലാം മെയിനെങ്കിൽ മുംബൈയിൽ അങ്ങനെയല്ല. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതുപോലെ ധാരാളം പച്ചക്കറികളൊക്കെ ചേർത്ത് ഒരു പഞ്ച് പാക്ക് ബിരിയാണിയാണ് മുംബൈയിലുള്ളത്. ഇനി കാശ്മീർ ബിരിയാണി അല്ലെങ്കിൽ തഹാരി ബിരിയാണി ആവട്ടെ, മാംസത്തിന് പകരം ഉരുളക്കിഴങ്ങ് ചേർത്ത് തയ്യാറാക്കുന്ന അസൽ വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിരിയാണി ബ്രാൻഡായി മാറിയ ബിരിയാണികളിൽ ഒന്നാണ് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. 1957 നാഗസ്വാമി നായിഡു എന്ന കച്ചവടക്കാരൻ ദിണ്ടിഗലിലെ തന്റെ ആന്ധ്ര വിലാസ് ഹോട്ടലിൽ പാചകം ചെയ്തുണ്ടാക്കിയ ബിരിയാണിയാണ് പിന്നീട് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എന്ന പേരിൽ അറിയപ്പെട്ടത്. നാഗസ്വാമി എപ്പോഴും പരമ്പരാഗതമായ തലപ്പാവ് ധരിച്ചിരുന്നത് കൊണ്ടാണ് ബിരിയാണിക്ക് തലപ്പാക്കട്ടി എന്ന പേര് ലഭിച്ചത്. നാഗസ്വാമിയുടെ ഭാര്യ പ്രത്യേകമായി തയ്യാറാക്കിയ ഔഷധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഇറച്ചിയും ചേർത്താണ് ഈ ബിരിയാണി തയ്യാറാക്കിയത്. കേരളത്തിലെ ബിരിയാണി എന്നാൽ മലബാറി ബിരിയാണിയാണ്. കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മാഹി എന്നിവിടങ്ങളിലെ ബിരിയാണിയെയാണ് പൊതുവെ മലബാർ ബിരിയാണി എന്ന് വിളിക്കുന്നത്. ഇവിടെയുള്ള ഓരോ സ്ഥലത്തെയും ബിരിയാണിക്ക് ഓരോ രുചിയാണ്. ബിരിയാണിയുടെ രുചിപ്പെരുമ കൊണ്ട് പ്രശസ്തമായ പല ഹോട്ടലുകളും ഇന്ന് കേരളത്തിലുണ്ട്. തലശ്ശേരിയിലെ പാരീസ് ഹോട്ടൽ, കോഴിക്കോട്ടെ പാരഗൺ, റഹമത്ത്, ബോംബെ ഹോട്ടൽ, തൃശ്ശൂരുകാരുടെ സ്വന്തം സഫേർ ഹോട്ടൽ, പാലക്കാട്ടെ NMR, മട്ടാഞ്ചേരിക്കാരുടെ കായിസ് ഹോട്ടൽ, അങ്ങനെ എത്രയെത്ര രുചിയിടങ്ങൾ. വൈവിധ്യങ്ങൾ അത്രമാത്രം ഉണ്ടെങ്കിലും എതിരാളികളില്ലാതെ ബിരിയാണി തീൻമേശകളെ അടക്കി വാണുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ അവന്റെ കടന്നുവരവ്. മറ്റാരുമല്ല, സാക്ഷാൽ കുഴിമന്തി. ബിരിയാണിയുടെ വകയിലൊരു ചേട്ടൻ എന്ന് തോന്നിപ്പിക്കുന്ന കുഴിമന്തിയുടെ കേരളത്തിലേക്കുള്ള വരവ് അങ്ങ് യമൻ വഴി അറബി നാടുകളിലൂടെ സഞ്ചരിച്ചാണ്. ആദ്യം മലപ്പുറത്തും കോഴിക്കോട് ഹിറ്റായ കുഴിമന്തി പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിയെ താരമായി. ബിരിയാണിയും കുഴിമന്തിയും തമ്മിൽ നേർക്ക് നേർ പോരാട്ടം തന്നെ അരങ്ങേറിയെങ്കിലും മലയാളികളുടെ ജീവിതവുമായി നൂറ്റാണ്ടുകളുടെ പാരസ്പര്യമുള്ള ബിരിയാണിയെ അട്ടിമറിക്കാൻ ഒരു കുഴിമന്തിക്കും സാധിച്ചില്ല. നമ്മുടെ ഉന്മാദങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക്, ഉത്സവരാവുകൾക്ക്, വിനോദയാത്രകൾക്ക്, കൂടിച്ചേരലുകൾക്ക് സന്തോഷത്തിന്റെ നിറവും രുചിയും നൽകാൻ ബിരിയാണിയേക്കാൾ കേമനായി മറ്റാരും.